പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദനെ പിതാമ്പുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും, അതിന് ഒന്നുകിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കും, അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും. അപ്പോൾ വിശ്വാസ ജീവിതം ഇതൊന്നുമല്ല, ലോകത്തിൻ്റെ മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവസ്വഭാവത്തേക്കുള്ള വളർച്ചയാണ്, ലോകത്തിൻ്റെ മേലുള്ള വിജയമാണ് നമ്മൾ ഇന്നലെ കണ്ടു. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ 1000 കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുക. അത് എക്കാലത്തെയും ദൈവശാസ്ത്രമൊക്കെ വന്നതും അങ്ങനെയാ. അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ്. ചില ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും, അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും. ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബേസ്മെൻറ്റ് 2 ബേസ്മെൻറ്റ് നമുക്കുണ്ട്. നമ്മുടെ 2 കാലും, ഒരു കാല് ചവിട്ടം നിൽക്കുന്നത് സ്ക്രിപ്ചറയിലും ഒരു കാല് ചവിട്ടം നിൽക്കുന്നത് പാരമ്പര്യത്തിലുമാണ്. രണ്ട് കാലം നമ്മൾ ചവിട്ടി, അതായത് ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും, എല്ലാം ബൈബിളാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കണം. അതിങ്ങനെ പകർച്ച അപ്പോസ്തലിക സഭയ്ക്ക് മാത്രമേ അതുള്ളൂ. കാര്യം അപ്പോസ്തലന്മാർ പകർന്നു കിട്ടിയതാണ്. ഈ നമ്മുടെ നൊവേന അപ്പോൾ നമ്മളോർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ അപ്പോൾ നൊവേനയെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരെയൊക്കെ എന്തെങ്കിലും പറയും. പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത്. 9 ദിവസം ഇല്ലേ അവർ അമ്മയും അപ്പോസ്തലന്മാരും കൂടി, നൊവേന വെച്ചാൽ 9 എന്നല്ല അർത്ഥം, 9 ദിവസം അവർ പ്രാർത്ഥിച്ചില്ലേ. നടപടി പുസ്തകം 1:14. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ 9 ദിവസം അവർ പ്രത്യേക പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മയും അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിച്ചു. അതാണ് നൊവേനയുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഒരു മിഡിൽ ഏജസൊക്കെ എപ്പോഴും AD 1200 കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ്, മധ്യകാലം. അപ്പോൾ ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോൾ ജസ്യൂട്ടുകളും അവർ മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചില്ലേ സഭയിൽ. ഇപ്പോൾ ലൂർദ് ഫാത്തിമയ്ക്ക് മുമ്പ് തന്നെ എത്രയോ അപ്പാരിഷൻസ് ഉണ്ട്. ആദ്യത്തെ അപ്പാരിഷൻ യാക്കോബ്സിലേക്ക് നൽകിയതാണ്. ആദ്യത്തെ അപ്പാരിഷൻ അത് AD 120 ഉള്ളതാണ്. അപ്പോൾ മരീൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി. അപ്പാരിഷനിലൂടെ മാതാവിൻ്റെ പ്രത്യക്ഷീടങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക്കൻ അച്ഛന്മാരും ജസ്യൂട്ട് അച്ഛന്മാരും നൊവേനകൾ രൂപപ്പെടുത്തിയെടുത്ത്. അപ്പം ആ ഒരു കാലഘട്ടം ഉണ്ട്. അപ്പോൾ പക്ഷെ നൊവേനയ്ക്ക് അപ്പോൾ 2000 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രെയർ ഫോം എന്ന രീതിയിൽ ഒരു 1000-700-800 കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനയ്ക്കൊക്കെ ഉള്ളത്. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ 16 നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ ജപമാല വന്നേ. അപ്പോൾ ജപമാല പിന്നെ വ്യാപകമായ രീതിയിൽ
പ്രചരിച്ചു. പിന്നെ ജപമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പം കേരള സഭയിലാണെങ്കിൽ 1653 കൂനംകുരിശ് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ സഹോദരങ്ങളെ പുനരയിക്കപ്പെടാൻ സെബസ്ത്യാൻ പാതിരി വരുന്നുണ്ട്. സെബസ്ത്യാൻ പാതിരി ഇറ്റാലിയൻ മിഷണറിയാണ്. പക്ഷെ അപ്പം ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. പക്ഷെ അപ്പോഴേ സെബസ്ത്യാൻ പാതിരി ഇവിടെ വന്നിട്ട് ഈ ഒരു കാർമലൈസ് വിക്കാരിയത്ത് റോം അദ്ദേഹത്തിന് പ്രൊപ്പഗാന്ത മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു. ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു. പിന്നെ നമ്മളെ നയിച്ചതും ഭരിച്ചതും എല്ലാം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ്. ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി ഇവിടെ പ്രബലമാകുന്നതിന് മുമ്പ് തന്നെ ജെസ്യൂട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്തു വന്നത്, അർത്ഥങ്ങൾ ബേസ് ചെയ്ത്. അപ്പം അത് ഡച്ചുകാരുടെ കാലമാകുമ്പോഴാണ് അവർ തിരിച്ചു പോകേണ്ടി വരണത്. പിന്നീട് നമുക്ക് കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി വരണത്. കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലറും ബന്ധിഞ്ഞ ആ ജപമാല മാതൃഭക്തി ശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം. അങ്ങനെയാണ് അത് സീറോ മലബാർ ആർക്കി എപ്പാർക്കി തുടങ്ങുന്നില്ലേ? തുടങ്ങുന്നത് 923. ആ ഒരു കാലഘട്ടം വരെ സഭയിൽ ആകമാനം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യണത്. അതിനകത്ത് ബ്രീവരി ഉണ്ടാവും, കാരുണ്യ നമസ്കാരം ഉണ്ടാവും, അതുപോലെ തന്നെ ജപമാല ഉണ്ടാവും. പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ട് വന്ന 40 മണി ആരാധന 1829 മുതൽ ചാവറച്ചൻ്റെ 1870-75 വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം 40 മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി. അപ്പോൾ ഈ 40 മണി ആരാധന, ജപമാല, നൊവേന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയണില്ലേ, അതിനുശേഷം പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റിക് നവീകരണം. ഒരു 75 രൂപ വന്നതാണ്. 75 രൂപ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 2015 ഏറെക്കുറെ 2015. ഇപ്പോഴും കരിസ്മാറ്റിക് നവീകരണം നടക്കുന്നുണ്ട്. കേരളത്തിൽ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളുണ്ട്. കൃപാസനം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമല്ല, അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. അത് 2016 ആദ്യം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രം ആയിരുന്നെങ്കിലും 2016 അത് മരിയൻ അപ്പാരിഷനോടുകൂടി അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമാണ്. ഇപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നതും, ഇതിനിടയ്ക്ക് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലത്ത് കർണക്കൊന്ത, സിസ്റ്റർ ഫൗസ്റ്റീനയുടെ കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് വന്നു. ഇപ്പോൾ കർണക്കൊന്ത വരുമ്പോഴുന്ന വിഷയം അതും ഇതുപോലെ റിസൈറ്റിംഗ് ആണ്. ജപമാലയും റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥിക്കണമാണ്. നമ്മൾ നാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ ഈ ഫെയ്ത്തിൻ്റെ മെക്കാനിസം നടക്കുന്നതെല്ലാം പ്രാർത്ഥന എന്നിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ഘടകമാണത്, ഒരു ഘടകം. ഇവർ ഇങ്ങനെ മരിച്ചു പോകുകയാണെങ്കിൽ ഇത്രയും കുർബാനയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് അവസാനം കുർബാന സ്വീകരിക്കാതെ മരിക്കേണ്ട അവസ്ഥ വന്നാലും അതും ഒരു ലോജിക്കല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിവേ എന്തായാലും ശരി, ഇവർക്കല്ലേ ബോധമില്ലാതുള്ളൂ, ഈശോയ്ക്ക് ബോധമുണ്ടല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചത്, പ്രാക്ടിക്കലാണ് ചിന്തിച്ചത്. അപ്പം ഞാൻ ചെന്ന് മഠത്തിൽ പോയി കുർബാന എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കുർബാന ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കുർബാന ഇറങ്ങത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനീ നഖത്തോളം ഉള്ള വീതിയിൽ തരിയിലാണ് കുർബാന എടുത്തത്. നഖത്തോ ഇത്തിരി ചെറിയ, അത് വളരെ ഒരു ചെറിയ ചെറിയ ഒരു കഷ്ണം, കണ്ണിന് പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു കഷ്ണം എടുത്ത് കൊണ്ടുവന്നു. കാര്യം
ഈ ട്യൂബിലൂടെ വായിലൂടെ ബോധമില്ലാത്ത ആളിൻ്റെ വായിൽ ഇതുകൊണ്ട് വെച്ചാൽ അവർ ഇറക്കത്തില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ മരവിച്ചിരിക്കുക, ഇറക്കത്തില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കുർബാന എല്ലാ പ്രാർത്ഥനകളും മുട്ടതെന്ന് വൃത്തിയായിട്ട് ചെല്ലിയതിന് ശേഷം ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ആറ്റിയെടുത്ത് അല്പം, എന്നിട്ട് ഈ തരിയുള്ള കുർബാന പ്രാർത്ഥിച്ച് അതിൽ അരച്ച് അതിൽ കലക്കി ആ വെള്ളത്തിൽ. എന്നിട്ട് ഈ വെള്ളമാണ് ഞാനിവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തിനാണ്? നിത്യശാന്തി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇവർക്ക്. കാര്യം ഇവർ കുർബാനയ്ക്ക് വേണ്ടി അത്രയും ഈശോയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ്. കുർബാന സ്വീകരിക്കാതെ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഈ കുർബാന ഇവർക്ക് കൊടുക്കുന്നത്. ഞാൻ കുർബാന കൊടുത്തിട്ട് പോന്ന് ഈ ആത്മാവിനെ ഈശോയ്ക്ക് ഏൽപ്പിച്ച് പോന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ചേടത്തി വന്ന് അൾത്താരെ നിൽക്കണം. അതാണ് കുർബാന എന്ന് പറയുമ്പോൾ, അതാണ് കുർബാന. നമുക്കൊന്നും വിധി കൽപ്പിക്കാൻ പറ്റത്തില്ല. അനന്തമായ സാധ്യതയാണ് കുർബാന എന്ന് പറയണത്. നമ്മുടെ മുമ്പിൽ ഒന്ന് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഓസ്തിയിൽ വാഴും ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. ദൈവമേ സ്നേഹത്തിൻ അവതാരമേ, ദൈവമേ സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ വിഷയം, ഇപ്പൊ ജെയ്മിയുടെ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജെയ്മിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞ ആൾ ഫുള്ളായിട്ട് ഉടമ്പടിയിലാണ്. ജീവിതവും പ്രവർത്തനവും ഉടമ്പടിയിലാണ്. ഇപ്പം കുർബാനയൊക്കെ കൂടുന്ന സമയത്ത് ഈ പറയണത് ഞാനിങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുമെന്ന് പറയണം. കുർബാന അത് ശരിയാണ്. കുർബാനയുടെ സത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ആത്മസമർപ്പണത്തെക്കുറിച്ചും അനുഭവിച്ച പീഡാസഹനങ്ങളെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ച് അതിനെയാണ് കുർബാനയാക്കിയിരിക്കുന്നത്. അതിനെയാണ് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയുന്നത്. ആ ഓർമ്മ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന അഭിഷേകവും ആത്മബന്ധവും എന്ന് പറയുന്നത് ചിന്തിക്കാനാവാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ്. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആനി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഏപ്രിൽ 29 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ മോന് IT എൻജിനീയറാണ്. അവന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് 1 മാസമായിട്ട് അവൻ്റെ പ്രൊജക്റ്റ് തീർന്നു. വേറെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്ക് കൊണ്ട് അവൻ നല്ലൊരു പ്രൊജക്റ്റ് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അവന് ഫാറ്റി ലിവറിൻ്റെ അസുഖമുണ്ടായിരുന്നു. മരുന്നൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 2 മാസം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്
ക്യൂറായിരിക്കുന്ന കണ്ടു. അത് മാതാവിൽ നൽകിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ രണ്ടാമത്തെ മകൻ ബോംബെയിൽ വെൽ സെറ്റിൽഡായിരുന്നു. അവൻ ഞങ്ങളോടുള്ള ഒരു പ്രശ്നം കാരണം അവൻ അവിടുന്ന് വീടെല്ലാം ഉപേക്ഷിച്ച് ബാംഗ്ലൂരേക്ക് വന്നു. അവിടെ വന്നിട്ട് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് ടോട്ടലി ഫെയിലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അവന് വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഞങ്ങളുമായി രമ്യതപ്പെടുകയും കൊറോണയ്ക്ക് മുമ്പ് തന്നെ ആ ബിസിനസ് അവന് ക്ലോസ് ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നീട് അവന് നല്ല ജോലി കിട്ടി. ഇപ്പം ഞങ്ങളും അവനുമായിട്ട് നല്ല ലോക്യത്തിൽ പോകുന്നു. മൂന്നാമതായി ഞാൻ വസ്തു വിൽക്കാനുള്ള തടസ്സത്തിന് മാറുന്നതിന് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. ആക്ച്വലി ഒരു 40 സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് 2017 എനിക്ക് അഡ്വാൻസ് വരെ കിട്ടാനിരുന്നതാണ്. പെട്ടെന്ന് അത് മാറിപ്പോയി. ഞങ്ങൾക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഫലമായി എനിക്ക് എറണാകുളത്തുള്ള ഒരു 4 സെൻറ്റ് സ്ഥലം വളരെ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റി കൊറോണ സമയത്ത് തന്നെ. അതുപോലെ മാതാവ് എനിക്കും ധാരാളം ഇതിൽ ഉടമ്പടിയിൽ വെക്കാതിരുന്ന ധാരാളം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് അനിറ്റ് എബ്രഹാം. ഞാൻ വരുന്നത് കാനഡയിൽ നിന്നുമാണ്. ഞാൻ 2019 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. അന്ന് എനിക്ക് അങ്ങനെയൊരു മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ തൊട്ട് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടി. ആദ്യമായിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 2 വർഷമായിട്ട് കിട്ടാത്തതായിരുന്നു. 2 മാസം കൊണ്ട് ഉടമ്പടി എടുത്ത് കിട്ടി. പിന്നെ ഞങ്ങൾക്കൊരു 30 lakhs ലോൺ ഉണ്ടായിരുന്നു. അത് ഒരു 2 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. എൻ്റെ പേര് സിൻസി. ഞാൻ ഉഴൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാനൊരു സാക്ഷ്യം പറയുന്നത്, എൻ്റെ ഭർത്താവിന് 1 വർഷമായിട്ട് UK പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തടസ്സങ്ങൾ വന്നു. എക്സാം എഴുതി പാസ്സായിട്ട് പോലും പോകാൻ പറ്റിയില്ല. പക്ഷേ വിസ പെട്ടെന്ന് കിട്ടി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വിസ ലഭിച്ചു. ലാസ്റ്റ് ജൂലൈയിൽ UK പോയി. ഇപ്പോൾ ജോലി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ തൊണ്ടയിലൊരു മീൻ കഴിച്ചപ്പോൾ മുള്ളു കൊണ്ടു. ആ മുള്ള എനിക്ക് ഒരു രക്ഷയില്ല, പോകുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ എമർജൻസി ചെന്നപ്പോൾ ENT ഡോക്ടർ വരാൻ ഒരുപാട് സമയമെടുത്തു. ആ 3-4 മണിക്കൂർ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ വന്ന് സ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്കോപ്പ് ചെയ്തു. 4 പ്രാവശ്യം സ്കോപ്പ് ചെയ്തിട്ട് എൻ്റെ മുള്ള പോയില്ല. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് എൻ്റെ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് മുടങ്ങിയിരുന്നു. ആ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉടമ്പടി മുടങ്ങാതെ ഞാൻ ചൊല്ലിക്കോളാം. ആ നിമിഷം മുള്ള ഇറങ്ങിപ്പോയി. ഡോക്ടറിനെ എടുക്കേണ്ട പോലും വന്നില്ല. 4ാമത്തെ സാക്ഷ്യം, ഞാനിവിടെ ലീവിന് വന്നാണ്. ഞാൻ സിംഗപ്പൂർ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. 15 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് PR-ന്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 8-10 പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രാവശ്യം എനിക്ക് സാക്ഷ്യപ്പെടുത്തി എൻ്റെ PR എൻ്റെ കൈ കിട്ടി. പേപ്പർ മാതാവിനെ കാണിച്ചിട്ടേ എനിക്ക് പോരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 15-ാം തീയതി ഫ്ലൈറ്റായിരുന്നു, സെപ്റ്റംബർ 15-ന്. എനിക്ക് പറ്റിയില്ല, PR കിട്ടിയില്ല. ഞാൻ എയർപോർട്ടിൽ ചെന്നു. എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. 15 വർഷമായിട്ട് ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും എനിക്കെന്നെ മിസ്സായിട്ടില്ല എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് PR കിട്ടും. എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം എനിക്ക് കയറിപ്പോകാൻ പറ്റുമെന്നതിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ എനിക്ക് ഫ്ലൈറ്റ് പോയാൽ ഒരു നിരാശയും തോന്നിയില്ല. ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് ഒത്തിരി വിഷമങ്ങളും ഒത്തിരി കുറ്റപ്പെടുത്തലുകളും കേട്ടു. പക്ഷേ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ PR-ൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി. ഓൺലൈനിൽ ഞാൻ കണ്ടു. ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുവാനാണ് ഞാനിപ്പോൾ വന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരും പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തിരുത്തിപ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി എനിക്ക് ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് പറയുന്നത്. 2021 നവംബർ 27-ാം തീയതി വന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എടുത്തപ്പോൾ എൻ്റെ കാലിലെ
എൻ്റെ കാലിൽ വേദനയാണ്, മുട്ടുവേദനയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ല് തേയ്മാനമാണെന്ന്. 13 വർഷമായി ഞാൻ ഈ വിഷമം അനുഭവിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ 2 കൈകൾ വന്ന് എൻ്റെ കാലുകൾ തഴുകുകയും ശരിക്കും മഞ്ഞുകട്ട നമ്മുടെ മേൽ വീണാൽ എങ്ങനെയാണ് അതേപോലത്തെ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു.